കുറേ നേരം നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഇവരിങ്ങനെ തട്ടി വിളിച്ചുകൊണ്ടിരിക്കുക ചെരിഞ്ഞു കിടക്കുന്ന ആനക്കുട്ടീനെ. ഈ രണ്ടാനകളും ഈ കുട്ടിനോട് ഇട്ടിട്ട് കാട്ടിൽ കയറി പോവുകയും ഒരു അരമണിക്കൂറിന് ശേഷം ഒരു ഗ്രൂപ്പ് ആനകളായിട്ട് വരുന്ന കാഴ്ചകളാണ് കണ്ടത്. ആനനെ വരെ മസ്തകത്തിൽ കയറി കൊല്ലാൻ കഴിവുള്ളൊരു ജീവിയാണ്. കൊന്നിട്ടുമുണ്ട്, പല സ്ഥലങ്ങളിലും അങ്ങനെ കൊന്ന് ഭക്ഷിച്ചിട്ടുള്ള. പഗ്മാർക്ക് ഫോളോ ചെയ്ത് പോകുമ്പോൾ വളരെ ദൂരേന്ന് ഒരാൾ കിടന്നിങ്ങനെ ഉറങ്ങുന്നുണ്ട്. ഈ കടുവ സ്വയം മറന്ന് ഉറങ്ങില്ല എന്ന് പറയുമ്പോൾ അതിന് ഉറങ്ങുമ്പോഴും അതിന്റെ ശ്രദ്ധ തീർച്ചയായിട്ടും കാട്ടിലുണ്ടാവും. അപ്പോൾ അവർ അലർട്ടായിരിക്കും കടുവ ശരിക്കും. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് കാട്ടുനായ്ക്കൾ ഇരപിടിക്കുന്നത്. ഇപ്പോൾ കടുവേനെയും പുലിനെയൊക്കെ കാട്ടുനായ്ക്കളിട്ട് ഓടിക്കാറുണ്ട്. പല സ്ഥലങ്ങളിലും പുലിനെ മരത്തിൻ്റെ മേളിലേക്കൊക്കെ കാട്ടുനായ്ക്കളിട്ട് ഓടിച്ച് കയറ്റിയിട്ടൊക്കെ ഉണ്ട്. അവർ ഗ്രൂപ്പായിട്ടായിരിക്കും വരുന്നത്. അനന്തമായ കാഴ്ചകളും അറിവുകളുമാണ് ഓരോ വനവും നമുക്ക് മുന്നിലേക്ക് തുറന്നു വച്ചിരിക്കുന്നത്. ആ വനത്തിനുള്ളിലെ കാഴ്ചകളും അതുപോലെ തന്നെ അതിനകത്ത് ജീവിക്കുന്ന സസ്യജന്തു ജാലങ്ങളുമൊക്കെ ഒരേപോലെ കൗതുകമുണർത്തുന്നതാണ്. അതുപോലെ തന്നെ പ്രകൃതിയുടെ അത്ഭുതവുമാണ്. അത്തരത്തിൽ വനത്തിനുള്ളിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായും അതുപോലെ തന്നെ കൺസർവേറ്റീവ് എഡ്യൂക്കേറ്ററുമായിട്ടൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള ഷാജി മതിലകമാണ് നമ്മോടൊപ്പം ചേരുന്നത്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഈ ഒരു വേഷം തന്നെ ആദ്യം അതിൽ നിന്നും തുടങ്ങാം. കാടിന് ഇണങ്ങുന്ന രീതിയിലുള്ളൊരു വസ്ത്രധാരണം, ഇത് എത്ര നാളായി ഈ ഒരു ജോലി തുടങ്ങിയിട്ട്? ഇതൊരു 20 വർഷത്തോളമായിട്ടുണ്ടാവും. ജോലിന്ന് പറയുന്നതിലുപരി പാഷനും പ്രൊഫഷനും ഒക്കെ കൂടിയതാണ്. അപ്പോൾ അതൊരു അങ്ങനൊരു നമ്മുടെ ഒരു പ്രത്യേകിച്ച് ഈ ഒരു വന്യജീവി ഫോട്ടോഗ്രാഫിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു കോസ്റ്റ്യൂം കാണുമ്പോൾ തന്നെ താങ്കൾക്ക് മനസ്സിലായ പോലെ തന്നെ ഇത് ഇടുന്നത് എന്തിനാണെന്നുള്ളൊരു അവയർനെസ് ജനങ്ങളിലേക്ക് എത്തണം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ട് ഈ ഒരു പ്രോഗ്രാമിൽ വന്നത്. ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ് ഇങ്ങനെ ഒരു വേഷം? ശരിക്കും നമ്മൾ കാട്ടിൽ നമ്മൾ പോകുമ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വന്യജീവികളെ നിരീക്ഷിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമുക്ക് കാടിനോട് ലയിച്ച് ചേരണം. കാടിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് വേണം. അപ്പോൾ കളർഫുൾ ഡ്രസ്സ് ഇട്ടാൽ അവരെ ശ്രദ്ധ പെട്ടെന്ന് കിട്ടുകയും അവർ അലർട്ടാവുകയും ചെയ്യും. അപ്പോൾ കാടിൻ്റെ ആ പച്ചപ്പിലേക്ക് ലയിച്ച് ചേരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള കോസ്റ്റ്യൂംസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാട്ടിനുള്ളിൽ ഏത് കളറാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ളത്? ഇതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്ന ഒരാൾ നമ്മളിപ്പോൾ പറഞ്ഞ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്യാമോ. പറ്റാത്തത് ഏതാണ്? പറ്റാത്തത് കളർഫുൾ ആയിട്ടുള്ള റെഡ്, അതുപോലുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡ്രസ്സുകളുണ്ടല്ലോ, വൈറ്റ്, അങ്ങനെ ഒരു ഡ്രസ്സും കാട്ടിൽ. ഡ്രസ്സ് മാത്രമല്ല, കാട്ടിൽ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. നമ്മളിപ്പോൾ കോസ്മെറ്റിക്സ് യൂസ് ചെയ്യാൻ പാടില്ല, ഈവൻ സ്മെല്ലുള്ള സോപ്പുകൾ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ അതുപോലെ എന്താ പറയുക, കാടിൻ്റേതായിട്ടുള്ള ചില രീതികളുണ്ട്. അപ്പോൾ അവരൊരു ശ്രദ്ധ നമ്മൾ പിടിച്ചു പറ്റാൻ പാടില്ല. നമ്മൾ പെർഫ്യൂംസ് ഒക്കെ അടിക്കുന്നത് അതിനാണല്ലോ, മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാൻ, അപ്പോൾ ആകർഷിക്കാൻ പാടില്ല. അപ്പോൾ തന്നെ നമ്മളൊരു ബേസ് ആയിട്ടുള്ള പിന്നെ ഇതുപോലുള്ള കോസ്റ്റ്യൂംസ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഫസ്റ്റ് ബേസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യകതയുണ്ട്. ഇപ്പോൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എന്ന് പറയുമ്പോൾ എല്ലാ ഇത്തരത്തിലുള്ള ചിത്രീകരണത്തിന് പോകുന്ന ആളുകൾക്കും അവരുടെ ഒരു ജീവിതാഭിലാഷം എന്ന് പറയുന്നൊരു ഫ്രെയിം ഉണ്ടാകും. അതൊരു നല്ലൊരു ക്വസ്റ്റ്യനാണ്, ഒരുപാട് കേട്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഒരു വന്യജീവി ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു റയർ സ്പീഷീസിന് എടുക്കുക എന്നുള്ളത് അവരൊരു ആഗ്രഹമായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ അല്ലാത്തൊരു വന്യജീവി സ്നോ ലെപ്പേർഡ് തന്നെയാണ്. നോർത്ത് ഈസ്റ്റിൽ പോയാലാണ് അതിന് കിട്ടാൻ സാധ്യത കൂടുതൽ. അപ്പോൾ അതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ, ഇപ്പോൾ കേരളത്തിൽ തന്നെ പശ്ചിമഘട്ടമാണ്. അപ്പോൾ ഈ പശ്ചിമഘട്ടത്തിൻ്റെ പല ടെറൈനുകളാണ്. ഇപ്പോൾ കാസർഗോഡ് മുതൽ അല്ലെങ്കിൽ വയനാട്, അങ്ങനെ ഇടുക്കി, തിരുവനന്തപുരം, അങ്ങനെ പല വിധത്തിലുള്ള വനപ്രദേശങ്ങളാണ്. അപ്പോൾ ഈ വനപ്രദേശങ്ങളിൽ ഏറ്റവും ജന്തുജാല വൈവിധ്യങ്ങൾ കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? പശ്ചിമഘട്ട മലനിരകളിൽ നമ്മൾക്ക് കേരളത്തിൽ ജൈവവൈവിധ്യങ്ങൾ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എല്ലാ സ്ഥലങ്ങളും ഇമ്പോർട്ടൻസ് തന്നെയാണ്. കേരളത്തിൻ്റെ ആ ഒരു ടെറൈൻ എടുക്കുമ്പോൾ അങ്ങനെ മാറ്റി നിർത്താൻ നമുക്ക് പറ്റില്ല. പക്ഷെ നമ്മൾ ഈ അടുത്ത പ്രദേശങ്ങളിൽ ഈ അതിരപ്പള്ളി, വാഴച്ചാൽ, ഷോളയാർ വനമേഖലയാണ് എനിക്കിഷ്ടപ്പെട്ട കാടുകളിലൊന്ന്. ഏറ്റവും കൂടുതൽ എൻ്റെ കരിയർ തന്നെ മാറ്റിയിട്ടുള്ള ചിത്രങ്ങളും ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുള്ളത് അത് തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ ഈ ഒരു സ്ഥലങ്ങൾ പശ്ചിമഘട്ടത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. പശ്ചിമഘട്ടത്തിൽ, അതായത് പശ്ചിമഘട്ടം എന്ന് പറയുമ്പോൾ 6 സംസ്ഥാനങ്ങളാണ്. അപ്പം അതിലും ഏറ്റവും ബയോഡൈവേഴ്സിറ്റി കേരളം, അതിൽ വലിയൊരു ഇമ്പോർട്ടൻസ് തന്നെ വേണമെങ്കിൽ പറയാം. ഈ അതിരപ്പള്ളി ഷോളയാർ ആ ഒരു വനമേഖലയുടെ പ്രത്യേകത എന്താണ്? അതിരപ്പള്ളി ഷോളയാർ മഴക്കാടുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന പക്ഷിയായ മലമുഴക്കി വേഴാമ്പലിൻ്റെ ഒരു ഹാബിറ്റാറ്റ്.
അപ്പോൾ അത് ഉള്ളൊരു സ്ഥലം കൂടിയാണ്. പിന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു ഡെൻസ് ഫോറസ്റ്റാണ്, മഴക്കാടുകളാണ്, കുറച്ചും കൂടിയും അല്ലെങ്കിൽ വന്യജീവികളെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊരു വനമേഖലയാണ്. പിന്നെ തുടക്കകാലങ്ങളിലൊക്കെ നമുക്കൊരു ആനയുടെ ഒരു ചിത്രം വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ പിന്നീട് അവിടെ നിന്ന് ഒരുപാട് ചിത്രങ്ങളും വീഡിയോകളും കിട്ടാൻ തുടങ്ങി. അവരെ പല തരത്തിലുള്ള ജീവിതങ്ങൾ പകർത്താൻ പറ്റി. അതൊക്കെ വളരെ ഒരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. ഇങ്ങനൊരു കരിയർ തുടങ്ങുമ്പോൾ ഇതിനകത്ത് ആദ്യമായിട്ട് കിട്ടിയൊരു സൈറ്റിംഗ് എന്താണ്? ആന തന്നെയാണ്. ആനയാണ്. ഏത് കാടാണെന്ന് ഓർക്കുന്നുണ്ട്? ഇത് തന്നെ നമ്മുടെ അതിരപ്പള്ളി വാഴച്ചൽ ഷോളയാർ. ഇതിനകത്ത് മൃഗങ്ങൾക്ക് ഒരു പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ? എവിടെ? ഈ വനമേഖലയിൽ അങ്ങനെ പറയാൻ പറ്റില്ല. മൃഗങ്ങളെല്ലാം പിന്നെ കമ്പയർ ചെയ്യുമ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിൽ കുറച്ചും കൂടെയും പ്രത്യേകിച്ച് കടുവയിലും പുലിയിലും കുറച്ചും കൂടെയും ഷൈ ആണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതലും നമ്മൾ സഫാരിയാണ് പോകുന്നത്. കൂടുതലെന്നല്ല, അവിടെ സഫാരിയേ ഉള്ളൂ. അത് ഈ മനുഷ്യ സാമീപ്യം അറിഞ്ഞു വളരുന്ന ജീവികൾ. സാമീപ്യം മീൻസ് ഇപ്പോൾ ടൂറിസ്റ്റുകളായാലും അല്ലെങ്കിൽ വന്യജീവി ഫോട്ടോഗ്രാഫർമാരായാലും അവർ കണ്ടിട്ട് കുറച്ചും കൂടിയും കിട്ടാൻ സാധ്യത കൂടുതലാണ്. പക്ഷെ നമ്മൾ കേരളത്തിലെ കാടുകളിൽ എന്ന് പറയുന്നത് അതല്ല, കുറച്ചും കൂടിയും ബുദ്ധിമുട്ടാണ് വന്യജീവികളെ നമ്മൾ സൈറ്റിംഗ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കാടിനെ കുറിച്ച് അത്രയും അലർട്ട് അല്ലെങ്കിൽ അറിഞ്ഞിട്ടുള്ള ഒരാൾക്കാണ് കേരളത്തിൽ നിന്ന് നല്ലൊരു കടുവ ചിത്രം അല്ലെങ്കിൽ ഒരു പുലിയുടെ ചിത്രമൊക്കെ കിട്ടാനുള്ള സാധ്യത കൂടുതൽ. ഞാൻ പറയുന്നത് നടന്ന് പോയിട്ട് കാട്ടിക്കൂടെ. ഈ ആദ്യമായിട്ടൊരു കടുവയുടെ ചിത്രം എടുക്കുന്ന എപ്പോഴാണ്? കടുവ എന്ന് പറഞ്ഞൊരു ജീവി ഏതൊരു വന്യജീവി ഫോട്ടോഗ്രാഫറേയും ഒരു ഇഷ്ടമുള്ളൊരു ഇതാണ്. അവരെ നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാൻ പറ്റുക അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റുക. അതും കേരളത്തിലെ കാടുകളിൽ നിന്നാകുമ്പോൾ അതിനൊരു ഭംഗി കൂടും. നേരത്തെ പറഞ്ഞ കേരളത്തിലെ ആ ഒരു മഴക്കാടുകളിൽ നിന്നൊക്കെ അത് കിട്ടാന്ന് പറയുന്നത്. അപ്പം എൻ്റെ ഒരുപാട് വർഷത്തെ ഒരു ആഗ്രഹമായിരുന്നു നല്ലൊരു കടുവ ചിത്രം അല്ലെങ്കിൽ കടുവയുള്ള നല്ലൊരു വീഡിയോ എടുക്കണം എന്നുള്ളത്. അങ്ങനെ യാത്രകൾ ഇങ്ങനെ തുടങ്ങി. ഇപ്പോൾ പറമ്പിക്കുളം ടൈഗർ റിസർവ് ആയാലും പെരിയാർ ടൈഗർ റിസർവ് ആയാലും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളായാലൊക്കെ. പക്ഷേ കേരളത്തിന് പുറത്തുനിന്ന് കടുവേനെ കിട്ടുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ നിന്ന് നല്ലൊരു കടുവേനെ എടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ പോയി പറമ്പിക്കുളം കടുവാ സങ്കേതത്തിൽ നിന്നാണ് ആ ഒരു ആഗ്രഹം നിറവേറിയത്. അത് 2015 തന്നെയായിരുന്നു. കാട്ടിലെ ശക്തനായ ഒരു ജീവിനെ നമുക്ക് കിട്ടുന്നത്, അതും 1 മണിക്കൂറുകളോളം പുഴ സൈഡിൽ കിടന്ന് ഉറങ്ങുന്ന ഒരു മനോഹര ചിത്രം. അത് എന്താ പറയുക, നമ്മളതിങ്ങനെ നോക്കി നിന്നു, അതിൻ്റെ ഒരു ക്യൂട്ട്നെസ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ വരുന്നത് ഇത്രയും കരുത്തനായ ഒരു ജീവി അത് വളരെ സമാധാനത്തോടു കൂടിയാണ് ഉറങ്ങുന്നത്. പറമ്പിക്കുളം കടുവാ സങ്കേതം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലാണ്. പക്ഷെ അങ്ങോട്ട് എത്തേണ്ടത് നമുക്ക് തമിഴ്നാട് വഴിയാണ് ഓൺ റോഡ് പോകേണ്ടത്. തമിഴ്നാട് വഴിയാണ് പോകേണ്ടത്. കാട്ടിക്കൂടെ നമുക്ക് പോവാം, പക്ഷെ പൊതുവെ തമിഴ്നാട് വഴിയാണ് റോഡ് മാർഗം പോകാൻ പബ്ലിക്കിനുള്ള അനുമതിയുള്ളത്. കാട്ടിക്കൂടെ നമുക്ക് അതിൻ്റെ ഒരു പ്രവേശനമാണ്. അപ്പോൾ അന്നത്തെ ട്രാംവേ എല്ലാവർക്കും അറിയാം അല്ലേ? ബ്രിട്ടീഷ് ആ കാലത്ത് രാജവംശ കാലത്ത് ഇവിടുത്തെ മരങ്ങളും തേക്കുകളൊക്കെ കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്നൊരു റെയിൽ റൂട്ടാണ് ട്രാംവേ എന്ന് പറയുന്നത്. പറമ്പിക്കുളം അവിടെ നിന്ന് ചാലക്കുടി വഴി വന്ന് കൊച്ചിയിലോട്ട് എത്തിച്ചിട്ട് ഇവിടെ കണക്ട് ചെയ്തിട്ടാണ് ഈ ട്രാംവേ റൂട്ടുള്ളത്. കാട്ടിനുള്ളിലൂടെ ആ ട്രാംവേ ഉണ്ട്? ഇല്ല, അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ പറമ്പിക്കുളം കടുവ സങ്കേതത്തിൽ കുറച്ചേ ഉള്ളൂ. നമുക്ക് ഈ കടുവേനെ അല്ലെങ്കിൽ മറ്റുള്ള ഷൂട്ടിനൊക്കെ പോകുമ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോഴും പറമ്പിക്കുളം കടുവ സങ്കേതത്തിൽ കാണാം. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ആദിവാസി കോളനികൾ നമ്മളിങ്ങനെ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോഴും നമ്മുടെ മനസ്സിലുള്ളത് കാട്ടിലെ ശക്തനായ ജീവിനെ എടുക്കുക എന്നുള്ളതാണ്. അപ്പം ചില സമയത്ത് കാൽപ്പാടുകൾ കാണാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ മഴയൊക്കെ പെയ്ത് കിടക്കുമ്പോൾ ഇവരെ കാൽപ്പാടുകൾ കറക്റ്റ് അല്ലെങ്കിൽ വെള്ളം ഭാരമുള്ള ജീവിയല്ലേ. അപ്പം എൻ്റെ ഒരു പഗ്മാർക്ക് ശരിക്കും നമുക്കറിയാൻ പറ്റും. അങ്ങനെ ആദ്യത്തെ ദിവസം നമുക്ക് ഒന്നും കാര്യമായിട്ടൊന്നും കാണാനൊന്നും പറ്റിയിരുന്നില്ല. രണ്ടാമത്തെ ദിവസം നമ്മളങ്ങനെ വിടാൻ പാടില്ലല്ലോ, വർഷം കുറേ ആയാലും ഇതിൻ്റെ പുറകെ നടക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ദിവസം അപ്പോൾ കൂട്ടത്തിൽ 2 വാച്ചർമാരുണ്ട് നമ്മുടെ കൂടെ. നമ്മളപ്പോൾ ഇങ്ങനെ നടന്നു പോവാം. പ്രത്യേകിച്ച് അതൊരു വേനൽക്കാലമായിരുന്നു. അപ്പോൾ നമ്മൾ കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇലകൾ ഇറങ്ങുന്ന സൗണ്ട് കേൾക്കാം. പ്രത്യേകിച്ച് ഈ കരിയിലകൾ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വെള്ളത്തിലോട്ട് ചെല്ലുകയും അപ്പോൾ അവിടെ ഈ മുള്ളുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ അതൊരു അവസ്ഥയാണ്. എന്താ വെച്ചാൽ ഈ കടുവ ഒരു തരത്തിലും നമുക്ക് മിസ്സാവാൻ പാടില്ല. നേരത്തെ പറഞ്ഞ പോലെ അതീവ ശ്രദ്ധയായിരിക്കണം കേരളത്തിലെ കാട്ടിക്കൂടെ നമ്മൾ നടക്കുമ്പോൾ. എന്ന് വെച്ചാൽ ചെറിയ ഇനക്കം കൊണ്ട് ഇവർ ഓടിപ്പോവും. അപ്പോൾ ഒരു തരത്തിലും നമ്മൾ വരത്തില്ല. വരല് അങ്ങനെ സ്വാഭാവികമായിട്ട് കുറവാണത്. നമ്മളവരൊരു തരത്തിലും പ്രൊവോക്കേറ്റ് ചെയ്യുക ബുദ്ധിമുട്ടിക്കൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ കടുവയുടെ ടെറിട്ടറിയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്തെത്തി. അപ്പോൾ
നമ്മളെ കൂടെയുള്ള വാച്ചർമാർ നല്ലൊരു നിർദ്ദേശങ്ങൾ തന്നെയാണ് തന്നിരുന്നത്. അപ്പോൾ നമ്മളെ ഷൂസ് കാര്യങ്ങളൊക്കെ ഊരി ആ വെള്ളത്തിൽ കൂടെയാണ് നമ്മുടെ യാത്ര. അത് പിന്നെ അവിടെ ഒരു പുഴയിലോട്ട് എത്തിച്ചേരുകയും പിന്നെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ ഈ പഗ്മാർക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ മണലിൽ. ആ പഗ്മാർക്ക് ഫോളോ ചെയ്ത് പോകുമ്പോൾ വളരെ ദൂരേന്ന് ഒരാൾ കിടന്നിങ്ങനെ ഉറങ്ങുന്നുണ്ട്. അതായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ കാട്ടിലെ ശക്തനായ ജീവി. അപ്പം അത് എന്താ പറയുക, അത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം. നല്ല ലോങ് ഡിസ്റ്റൻസിൽ തന്നെ നമ്മൾ പുഴയുടെ സൈഡ് പിടിച്ചാണ് നടക്കുന്നത്, നടുക്കല്ല. എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും കടുവ നമ്മളൊരു ബുദ്ധിമുട്ടുകൊണ്ട് പോകാൻ പാടില്ല. നമുക്ക് നല്ല ചിത്രങ്ങൾ കിട്ടാൻ വേണം. അങ്ങനെ എവിഡൻസ് ഫോട്ടോ എടുത്തു. ആദ്യം നമ്മൾ എടുക്കുന്നൊരു ചിത്രം എവിഡൻസ് ആയിട്ട് എടുത്തു. പിന്നെ 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 പതുക്കെ ഒരു റെസ്പെക്റ്റ്ഫുൾ ഡിസ്റ്റൻസ് നമ്മളതിനെ കീപ്പ് ചെയ്തിട്ട് കുറച്ച് ചെടികളുടെ പുറകിൽ നമ്മൾ ഇങ്ങനെ ഈ നേരത്തെ പറഞ്ഞ ആ ഒരു അപ്പോഴൊക്കെയാണ് ഇങ്ങനത്തെ ഡ്രസ്സ് നമുക്ക് അവിടെ ഉപകരിക്കുന്നത്. പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യില്ല. അപ്പം നമ്മൾ 3 പേരും അതിൻ്റെ പുറകിൽ ഇങ്ങനെ ഇരിക്കുകയും പിന്നെ അവിടുന്ന് പതുക്കെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അത്രയും കരുത്തുള്ളൊരു ജീവി അങ്ങനെ കിടന്ന് ഉറങ്ങുന്നത് കാണുമ്പോൾ ഒരു ക്യൂട്ട്നെസ് തോന്നി. എന്നുവെച്ചാൽ നമ്മുടെ ഒരു ആനിനെ വരെ മസ്തകത്തിൽ കയറി കൊല്ലാൻ കഴിവുള്ളൊരു ജീവിയാണ്. കൊന്നിട്ടുമുണ്ട് പല സ്ഥലങ്ങളിലും, അങ്ങനെ കൊന്ന് ഭക്ഷിച്ചിട്ടുള്ള ആനയൊക്കെ കൊല്ലും. പിന്നെ തീർച്ചയായിട്ടും. അപ്പോൾ പല സ്ഥലങ്ങളിലും അത് ക്യാമറ ട്രാപ്പും റിപ്പോർട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഇരട്ടിയോളം വലിപ്പമുള്ള കാട്ടുപോത്തിനെ കൊന്ന് വലിച്ചഴിച്ച് കൊണ്ടുപോകാനുള്ള കരുത്തും കടുവയ്ക്കുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ജീവി വളരെ ക്യൂട്ടായിട്ട്, വളരെ എന്താ പറയുക, കടുവൊരിക്കലും സ്വയം മറന്ന് ഉറങ്ങില്ല എന്ന് പറയും. അങ്ങനെ ഒരു ചിത്രം കിട്ടി. അത് ഏകദേശം ഒരു മണിക്കൂർ കാത്തിരുന്നിട്ടാണ് എടുത്തത്. 1 മണിക്കൂർ എടുത്തു. അത് ഉറക്കത്തിലായിരുന്നു. ആ ഉറക്കം എഴുന്നേറ്റു. അപ്പോൾ അതിൻ്റെ കുറച്ച് നല്ല ചിത്രങ്ങളും കിട്ടി. അതൊരിക്കലും മറക്കാത്ത അനുഭവങ്ങളാണ്. ഈ കടുവ സ്വയം മറന്ന് ഉറങ്ങില്ല എന്ന് പറയുമ്പോൾ അതിന് ഉറങ്ങുമ്പോഴും അതിൻ്റെ ശ്രദ്ധ തീർച്ചയായിട്ടും കാട്ടിലുണ്ടാവും. തീർച്ചയായിട്ടും അലർട്ടായിരിക്കും. നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ കാണാൻ പറ്റും അതിൻ്റെ വാലൊക്കെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മുകളിൽ നിന്ന് ഇങ്ങനെ വെയിലൊക്കെ അടിക്കും, ചില ഇലകളൊക്കെ ഇങ്ങനെ വീഴുന്ന കാണാം. അപ്പോൾ ആ സമയത്ത് അതിങ്ങനെ ചെവിയൊക്കെ ഇങ്ങനെ ആട്ടുന്നതാണ്. അപ്പോൾ അവർ അലർട്ടായിരിക്കും കടുവ ശരിക്കും. അപ്പോൾ കേരളത്തിൻ്റെ പുറത്തുനിന്ന് ഒരുപാട് കടുവകളെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും കേരളത്തിൽ നിന്ന് എടുത്ത ഈ കടുവയുടെ ചിത്രം ഒരിക്കലും മറക്കാൻ പറ്റില്ല. ആദ്യത്തെ ചിത്രം കൂടിയാണ്. കേരളത്തിലെ ആദ്യത്തെ ചിത്രം കൂടിയാണ്. അതുപോലെ തന്നെ ഈ കടുവയ്ക്ക് ഒരു ടെറിട്ടറി ഉണ്ട്. ഇതിനകത്ത് ഒരു ടെറിട്ടറിയിൽ മറ്റൊരു കടുവ വരില്ല എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്തെ ഒരു ഇതെന്താണ്? തീർച്ചയായിട്ടും കടുവ എന്ന് പറഞ്ഞാൽ ഒരു ടെറിറ്ററി ഉള്ളൊരു ജീവിയാണ്. സ്വന്തമായിട്ട് ടെറിറ്ററി. ഏകദേശം ഒരു ആൺകടുവയുടെ ടെറിറ്ററി എന്ന് പറയുന്നത് 100 ചതുരശ്ര കിലോമീറ്ററാണ്. പെൺകടുവയ്ക്കും ടെറിറ്ററി ഉണ്ട്. ഏകദേശം ഒരു 25 കിലോമീറ്ററോളം ടെറിറ്ററി ഉള്ളൊരു ജീവിയാണ് പെൺകടുവ എന്ന് പറയുന്നത്. അപ്പോൾ ആൺകടുവയുടെ ടെറിറ്ററിയിൽ വേറൊരു ആൺകടുവേനെ സ്വാഭാവികമായിട്ട് അവൻ പ്രവേശിപ്പിക്കില്ല. അങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർ തമ്മിൽ ടെറിറ്ററി ഫൈറ്റ് വരും. ടെറിറ്ററി ഫൈറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു കടുവ കാര്യമായിട്ട് പരിക്ക് പറ്റുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്യും. അപ്പോൾ ആ സ്ഥലത്ത് പുതിയൊരു കടുവ വരണം ആ ഒരു ടെറിറ്ററിയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കടുവ ടെറിറ്ററി വിട്ട് പുറത്ത് വരാൻ ആഗ്രഹിക്കുന്നവരല്ല കടുവകളെ സംബന്ധിച്ചിടത്തോളം. നേരത്തെ പറഞ്ഞ പോലെ അവരൊരു ടെറിറ്ററിയിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഒരു ആരോഗ്യത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുക, അല്ലെങ്കിൽ പല്ലിന് എന്തെങ്കിലും ക്ഷതം പറ്റുക, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വരിക. അങ്ങനെ അവസ്ഥയിലാണ് അവർ നാട്ടിലിറങ്ങിയിട്ട് വേട്ടയാടുന്നത്. ഇപ്പം മൃഗങ്ങളെ പിടിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ. അല്ലാത്ത രീതിയിൽ അവരൊരിക്കലും നരഭോജികളല്ല. ഈ 100 ചതുരശ്ര കിലോമീറ്റർ എന്ന് പറയുന്നത് ഒരു ആൺകടുവയുടെ ഒരു ടെറിട്ടറിയാണ്. അപ്പോൾ ഇതിനകത്തൊരു പെൺകടുവ ഉണ്ടാവും. തീർച്ചയായിട്ടും അതിനകത്ത് ഒരു പെൺകടുവ മാത്രമല്ല 3-4 പെൺകടുവകളുണ്ടാവും. അതിനകത്ത് ഇവനാണ് രാജാവ്. നമ്മുടെ കാട്ടിലെ ശരിക്കും പറഞ്ഞാൽ കരുത്തുള്ളൊരു ജീവി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാട്ടിൽ സിംഹം ഇല്ലാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും കടുവയുടെ ഒരു കരുത്ത് നേരത്തെ പറഞ്ഞ പോലെ അവരിലും ഡബിൾ വെയിറ്റുള്ള ജീവികളെ കൊന്ന് വലിച്ചഴിച്ചു കൊണ്ടുപോകാനുള്ളൊരു ശക്തിയുള്ളൊരു. ഇങ്ങനെ ഈ അപകടത്തിൽ പരിക്കേറ്റ അല്ലെങ്കിൽ ഈ ടെറിട്ടോറിയൽ ഫൈറ്റിലൊക്കെ എന്തെങ്കിലും പരിക്ക് പറ്റിയാലായിരിക്കുമല്ലോ ഈ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. നാട്ടിലേക്ക് ഇറങ്ങി ഇരപിടിക്കാൻ തുടങ്ങിയാൽ അത് പിന്നീട് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ കടുവ ഇറങ്ങിയാലുള്ള നമുക്ക് ബുദ്ധിമുട്ടാണ് തീർച്ചയായിട്ടും. അവരുടെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് വിട്ടിട്ട് നമ്മളെ അത്രയും കരുത്തുള്ള ജീവികൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് റിപ്പോർട്ടുകൾ വരും, അല്ലെങ്കിൽ വനംവകുപ്പ് അതിനെ കൂട് വയ്ക്കും, അതിനെ പിടിക്കും, അല്ലെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് അടുത്ത സ്ഥലം മീൻസ് വനത്തിലോട്ടോ അല്ലെങ്കിൽ വേറെ മറ്റുള്ള സ്ഥലങ്ങളിലോട്ടോ അതിനെ മാറ്റും. അപ്പോൾ സ്ഥിരമായിട്ടത് നമുക്ക് ബുദ്ധിമുട്ടാണത്. മനുഷ്യ വന്യജീവി സംഘർഷം നമുക്കധികം പറ്റില്ലത് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് അതിനെ
ഇങ്ങനെ ഈ വനം വകുപ്പ് പിടിക്കുന്ന കൂട് വെച്ച് പിടിക്കുന്ന കടുവകളെയും അല്ലെങ്കിൽ മറ്റ് വന്യമൃഗങ്ങളെയൊക്കെ എവിടെയാണ് കൊണ്ടുപോയി തുറന്നു വിടുക? ഒരുവിധം കേസുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും അതിനെ ഉൾവനങ്ങളിൽ കൊണ്ടുവിടുന്ന അവസ്ഥകളുണ്ട്. ഉം. പിടിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലും മനുഷ്യർക്ക് ബുദ്ധിമുട്ടില്ലാത്ത പല സ്ഥലങ്ങളിലും കൊണ്ടുവിടുന്ന ഉം. അവസ്ഥകളും ഉം. ഉണ്ട്. നമ്മൾ ഈ കടുവ കഴിഞ്ഞാൽ പിന്നെ കാട്ടിലേറ്റവും ആഗ്രഹിച്ചെടുക്കാൻ തോന്നിയിട്ടുള്ള ജീവി ഏതാണ്? കടുവ കഴിഞ്ഞാൽ പിന്നുള്ളത് പുലി തന്നെയാണ്. അവരാ ഒരു ക്യാമോഫ്ലോഗ്, അവരൊരു നടത്തം, അതൊക്കെ ഒരു റോയലാണ്. അവരൊരു റോയൽ. ശരിക്കും പറഞ്ഞാൽ കടുവ ശരിക്കും ഒരു മജസ്റ്റിക് വാക്കും അവരൊരു റോയൽ ലുക്കും അതൊക്കെ ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന ചിലതരം വിഷ്വൽസൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ ഒരു അവരൊരു അത് ആ കാടിൻ്റെ പച്ചപ്പിൽ കൂടെ തന്നെ ഉള്ള ഷൂട്ട് ചെയ്യാൻ അതൊക്കെ ഒരു വേറൊരു ഫീൽ തന്നെയാണ്. അത് നമ്മുടെ ഈ ഡെൻസ് ഫോറസ്റ്റിൽ കൂടെ ഷൂട്ട് ചെയ്യുന്നൊരു ഫീല് വേറൊരു. പിന്നെ പുലിയായാലും ആ ഒരു രസമുള്ള കാടിൻ്റെ ആ ഒരു ഭംഗിയുള്ള ഏതൊരു ജീവിക്കും അതിൻ്റേതായിട്ടുള്ള സ്വാഭാവികത ഉണ്ട്. കടുവയും പുലി മാത്രമല്ലല്ലോ, കാട്ടിലെ ചെറിയ ജീവികൾക്കുണ്ട് അതിൻ്റെ ഒരു ഭംഗി. അത് നമ്മൾ എത്രമാത്രം അതിനെ ആസ്വദിക്കുന്നു അല്ലെങ്കിൽ എത്രമാത്രം അതിനെ നമ്മൾ എൻജോയ് ചെയ്യുന്നു പോലെ ഇരിക്കും അതിനെ നോക്കി കാണുന്നത്. ഇപ്പം ക്യാമറയിൽ കൂടെ അല്ലാണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ആ ഒരു നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് പോലെ ഇരിക്കും ഓരോ കാര്യങ്ങൾ. ഈ പുലിയുടെ പ്രത്യേകത എന്താ? പുലിയും ഈ പറഞ്ഞ പോലെ തന്നെ പുലി എല്ലാ സ്ഥലങ്ങളിലും ജീവിക്കാൻ ശേഷിയുള്ളൊരു മൃഗമാണ്. പുലിക്ക് മഞ്ഞിൽ ജീവിക്കാം, നാട്ടിൽ ജീവിക്കാം, കാട്ടിൽ ജീവിക്കാം, മരുഭൂമിയിൽ ജീവിക്കാം, അറിയാലോ. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ സ്നോ ലെപ്പേഡ്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ജീവിക്കാനുള്ളൊരു ശരീരപ്രകൃതിയുള്ളൊരു ജീവിയാണ് പുലി എന്ന് പറയുന്നത്. ഈ പുലി മനുഷ്യനെ വേട്ടയാടുന്ന സാഹചര്യങ്ങളുണ്ടോ? പൊതുവെ ഇവരൊന്നും നരഭോജികളല്ല. അവരെന്തെങ്കിലും തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഒക്കെ വരുന്ന ഒരു അവസ്ഥയിലോട്ടാണ് അത് എത്തുന്നത് സ്വാഭാവികമായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളും നമ്മൾ അറിയുന്നതാണല്ലോ. മൃഗങ്ങളെ നാട്ടിലിറങ്ങി പിടിക്കുന്നതും ഒക്കെ സ്വാഭാവികമായിട്ട്. പിന്നെ ഇതേപോലെ നമ്മുടെ കാട്ടിലെ ഏറ്റവും പേടിക്കേണ്ട ഒരു ജീവി കരടിയാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കരടിയുടെ മുന്നിൽ പെട്ടുപോയിട്ടുണ്ടോ? അങ്ങനെ ഒരു മൃഗങ്ങളുടെ മുമ്പിലും പെട്ടിട്ടില്ല. കാണാൻ പറ്റും. കാണാൻ പറ്റും. നമ്മൾ പറഞ്ഞ പോലെ കാട്ടിലെ കുറച്ച് മര്യാദകളുണ്ട്. കാട്ടിൽ നമ്മൾ പാലിക്കേണ്ട അനിമൽ ബിഹേവിയറുകളുണ്ട്, അല്ലെങ്കിൽ എത്തിക്സ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ പാലിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതുവരെയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. നമ്മൾ പേടിക്കേണ്ടത് എപ്പോഴും നാട്ടിൽ തന്നെയാണ്. ശരിയല്ലേ? നമ്മൾ നാട്ടിൽ നടക്കുമ്പോഴോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് അലർട്ട്. പക്ഷെ കാട്ടിൽ പാലിക്കേണ്ട മര്യാദകളും കാട് എന്താണെന്ന് മനസ്സിലായ ഒരാൾക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുകളില്ലാണ്ട് പോകാൻ പറ്റും. ഈ പറഞ്ഞ പോലെ നമ്മൾ അവിടെ ഏതൊരു ജീവിക്കും കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ്ഫുൾ ഡിസ്റ്റൻസ് ഉണ്ട്. അവരകലം എപ്പോഴും കീപ്പ് ചെയ്യും. ഇത് വന്യജീവികളുടെ സ്ഥലമാണ്, അവിടെയാണ് നമ്മൾ പോകുന്നത്. അവരെ മാനിച്ചിട്ടുള്ള അത് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയല്ല, ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ കൂടി അവിടെ നമ്മൾ കൊടുക്കേണ്ട ചില മര്യാദകൾ അപ്പം അത് പാലിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. ഇങ്ങനെ കാട്ടിലേക്ക് പോകുന്ന ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മോടൊപ്പം വരാറുള്ളത് ആരായിരിക്കും? ഒറ്റയ്ക്കാണോ പോകാറുള്ളത്? അല്ലല്ല, കാട്ടിലെപ്പോഴും കാടിൻ്റെ മര്യാദകൾ അല്ലെങ്കിൽ കാടിനെ കുറിച്ച് അറിയുന്ന കാടിൻ്റെ മക്കളായിട്ടുള്ള ആൾക്കാർ, കാട്ടിൽ ജീവിക്കുന്നവർ ആണ് എൻ്റെ കൂടെ വരാറ്. അപ്പോൾ അവരില്ലാണ്ട് ഒരിക്കലും. പിന്നെ കാട്ടിൽ ഇങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആയാലും കാടിനെ കുറിച്ച് അറിയുന്ന ഒരാളെ കൂടെ തന്നെ കാട്ടിൽ. അങ്ങനെ ഇവർ ശീലിച്ച് വരുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് നാട്ടിൽ എങ്ങും കേട്ടിട്ടില്ലാത്ത തരത്തിൽ വ്യത്യസ്തമായിട്ട് കാട്ടിലേക്ക് പോകുമ്പോൾ അവരുടേതായ മര്യാദകളുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും കാട്ടിൽ തീർച്ചയായിട്ടും പല മര്യാദകളും ഉണ്ട്. ഇപ്പം നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ കാടിന് ആ ഒരു മര്യാദകളിൽ നമ്മൾ നോക്കി കാണുമ്പോൾ കാട്ടിൽ എങ്ങനെയായിരിക്കണം. കാട്ടിൽ ഞാനെപ്പോഴും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ഒരു കംഫർട്ട് അതാണ്. അപ്പോൾ ചില കാര്യങ്ങൾ ഇപ്പം നമ്മൾ അവർ അത് പാലിച്ചിട്ട് തന്നെ ആയിരിക്കും നമ്മൾ കൊണ്ടുവന്നത്. പിന്നെ നമ്മളും അത് ഫോളോ ചെയ്യുന്നുണ്ട്. എങ്ങനെയായിരിക്കണം കാട്ടിൽ നമ്മൾ നടക്കേണ്ടതെന്നും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം കാടെന്നുള്ളതൊക്കെ. അപ്പോൾ കാടെപ്പോഴും നമുക്ക് നല്ലത് തന്നെയാണ് തിരിച്ചു തരുള്ളൂ. പ്രകൃതിയാണല്ലോ. ഇങ്ങനെ എത്ര ദൂരം ഉൾക്കാട്ടിലേക്ക് പോയാലായിരിക്കും ഈ മൃഗങ്ങളെ കാണാനൊക്കെ പറ്റുക? അങ്ങനെ ഒരിക്കലും ഇത്ര കിലോമീറ്റർ നടന്നാൽ നമുക്ക് ഇന്ന ജീവികളെ കിട്ടും അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതൊരിക്കലും ഭാഗ്യമൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഇപ്പോൾ ഇത്ര വലിയ സൈസുള്ള ആന അല്ലേ, ആ ആനയ്ക്ക് വേണമെങ്കിൽ ഒരു ഈറ്റക്കാടിൻ്റെ ഉള്ളിൽ വളരെ നിശബ്ദമായിട്ട് നിൽക്കാൻ പറ്റും. അവരെ തുമ്പിക്കൈയും അല്ലെങ്കിൽ അവരൊരു ചെവിയും വാലും ഇതൊക്കെ സൈലൻ്റ് ആക്കി വെച്ചിട്ട്. അപ്പോൾ നമ്മൾ കാടിനെ എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുന്നോ അത്രത്തോളം നമുക്ക് ഇവരെ കാണാനുള്ള സാധ്യത കൂടും. കാരണം നമ്മൾ ഇത്രയും ദൂരം പോയാൽ നമുക്ക് കിട്ടും. ചിലപ്പോൾ കാട് മുഴുവൻ നടന്ന് വന്നിട്ട് ഒരു ജീവികളെ പോലും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കാട്ടിൽ നമുക്ക് കിട്ടുന്നത്. അപ്പം അത്
വ്യത്യസ്തമായിട്ടായിരിക്കും. ഉം. എല്ലാ ഫോട്ടോഗ്രാഫർമാർക്കും ഒരുപോലെ ആയിരിക്കില്ല എക്സ്പീരിയൻസ്. എല്ലാവർക്കും ഓരോ സ്റ്റോറീസ് ഉണ്ടാവും. ഓരോ ചിത്രങ്ങളുടെ പുറകിലും ഉം. സ്റ്റോറി ഉണ്ടാവും. ഇങ്ങനെ ഈ ആനകളുടെ ചിത്രം എടുക്കുമ്പോൾ ഈ ആനകൾ മറ്റേ കടുവയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂട്ടം ചേർന്ന് സഞ്ചരിക്കുന്ന ജീവികളാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ജീവികളെ ചിത്രം പകർത്തുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ് ഇൻ്റലിജൻ്റ് ആനിമൽ എന്നാണ് പറയുന്നത് വേൾഡിലെ ആന. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അവർക്ക് അത്രയും അവരുടെ ബുദ്ധിയും അല്ലെങ്കിൽ അവരുടെ മെമ്മറിയും അല്ലെങ്കിൽ അവരുടെ ബ്രെയിൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സൈസാണ്. നമ്മളെ പോലെ അല്ല, ചെറുതല്ല. വലിയ ബ്രെയിൻ. അവർക്ക് ഒരുപാട് ഓർമ്മകൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പണ്ട് മുതലേ ഉള്ള അവരെ കൗമാരം മുതലുള്ള ഓർമ്മകൾ, അവരെ ഫാമിലി അവർക്ക് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ ഓർമ്മശക്തിയൊക്കെ ഉണ്ട് ആനയ്ക്ക്. പിന്നെ ദാറ്റ്സ് വെരി വെരി മോസ്റ്റ് ഇൻ്റലിജൻറ്റ് ആനിമൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു ജീവിനെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ അല്ലെങ്കിൽ അവരെ ലൈഫ് എടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള. ഞാൻ ഏറ്റവും കൂടുതൽ ഷൂട്ട് ചെയ്തിട്ടുള്ളതും ആനയുള്ള ലൈഫ് തന്നെയാണ്. അപ്പോൾ അത് അവരെ ജനനം കാണാൻ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ മരണം, ആ കുട്ടി ചെരിയുന്നത്, അങ്ങനെ കുറേ ഹെയർ ടച്ചിങ് ആയിട്ടുള്ള ചിത്രങ്ങളും വീഡിയോകളും ഫിലിം ചെയ്യാൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഈ ജനനം എന്ന് പറയുന്നത് എങ്ങനെയാണ് ആനയുടെ ഒരു പ്രസവം? ആനയുടെ ഒരു ജനനം എന്ന് പറയുന്നത് ഏകദേശം ഒരു 18 മുതൽ 21 മാസം വരെയാണ് ഇവരൊരു ഗർഭധാരണം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഗർഭധാരണം ഉള്ള പീരീഡുള്ളൊരു ജീവിയാണ് ആന എന്ന് പറയുന്നത്. അത്രയും നാള് ഇവർ ഈ കുട്ടീനിങ്ങനെ കൊണ്ട് നടന്ന് കാടും മലയും കയറി അവരെ കൂട്ടത്തോടുകൂടി ഇങ്ങനെ ട്രാവലൊക്കെ ചെയ്ത് അത് ആ ജനിക്കുമുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ. എവിടെ നിന്നാണ് ഒരു ചിത്രം എടുക്കുന്നത്? അത് നമ്മളെ കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നും നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ജനിക്കണ ഒരു മൊമെന്റ് കിട്ടാന്ന് പറയുന്നത് വളരെ റയറാണ്. ആ ഒരു ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കാം നമുക്കത് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ആന ഇതിനെ കൊണ്ടുപോകുന്നൊരു മൊമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ. ആനകളെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി ജനിച്ചു കഴിയുമുള്ള ഒരു മൊമെന്റ്സ് ഉണ്ടല്ലോ, വളരെ ഹാപ്പി ആയിട്ടുള്ള ആ ഒരു അത് ശരിക്കും അത് നേരിട്ട് തന്നെ കാണണം. അത് നമുക്ക് കാട്ടിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ അല്ലേ? നമുക്ക് നാട്ടിൽ അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല അല്ലേ? അപ്പം ഇങ്ങനെ കാട്ടിൽ ജീവിക്കേണ്ടതാണ് ആ ജീവി. അത് മാത്രമല്ല, ഏതൊരു ജീവിയായാലും അവരുടെ ഹാബിറ്റാറ്റിലും അവരുടെ ഫ്രീഡത്തിലും ആണ് ജീവിക്കേണ്ടത്. അപ്പോൾ അത് ജനിച്ചു കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം അത് കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവർ ഫീഡ് ചെയ്യുന്നത്, ആ കുട്ടീനെ കൊണ്ടുപോകുന്നത്, അത് കഴിഞ്ഞിട്ട് ആ ഒരു ഇതിലേക്ക് വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അതിരപ്പള്ളി വാച്ചുമരത്ത് ജനിച്ച് 2 ദിവസത്തിന് ശേഷം ചെരിഞ്ഞൊരു കുട്ടിയുടെ ഒരു വേർപാടാണ്. അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞൊരു അവസ്ഥയായിരുന്നു. അത് ജനിച്ച ചിത്രങ്ങൾ എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല. അതിരപ്പള്ളി വാച്ചുമരം ആ റൂട്ട് ബ്ലോക്കായിരുന്നു. ആന പ്രസവിച്ചിട്ട് ഒരു 6-7 മണിക്കൂർ സംസ്ഥാനാന്തര പാതയാണ്. അതിനുശേഷം ഞാനവിടെ എത്തുമ്പോൾ ലേറ്റ് ആവുകയും വെളിച്ചമൊക്കെ പോവുകയും ചെയ്തു. ഈ കുട്ടീനെയും കൊണ്ട് അമ്മയാന കാടിൻ്റെ ഉള്ളിലേക്ക് കയറി പോവുകയും ചെയ്തു. ഞാനവിടെ വാഴച്ചാൽ സ്റ്റേ ചെയ്യുകയും ഡിപ്പാർട്ട്മെൻറ്റായിട്ട് സംസാരിച്ച് സ്റ്റേ ചെയ്യുകയും പിറ്റേ ദിവസം എൻ്റെ കൂടെ വരുന്ന ഒരു വാച്ചറുണ്ട്, പുള്ളിയായിട്ട് ആ പ്രദേശങ്ങളൊക്കെ പോവുകയും ചെയ്തു. അപ്പോൾ ഒരു ആന മാത്രമേ ഈറ്റക്കാട്ടിൽ നിന്ന് പുറത്ത് വന്നുള്ളൂ, മറ്റുള്ള ആനകളൊന്നും ഇറങ്ങിയിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോന്നിട്ട് 2 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും എനിക്ക് ഈ വാച്ചറെ വീരപ്പൻ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിപ്പോൾ ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾക്ക് വിട്ടുപോയി. വളരെ സങ്കടമുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ പുള്ളി ആയിട്ട് അവിടുന്ന് ഒരു ഇൻഫർമേഷൻ എനിക്ക് വന്നു, ഇങ്ങനെ ആന കുട്ടീനെയും കൊണ്ട് വെള്ളത്തിൽ ഇറക്കിയിട്ടുണ്ടെന്ന്, ഈ ജനിച്ച കുട്ടീനെയും കൊണ്ട്. അപ്പോൾ ഞാൻ വണ്ടി എടുത്ത് ഈ പറഞ്ഞ ലൊക്കേഷനിൽ എത്തുകയും അവിടെ എത്തിയപ്പോൾ നമ്മുടെ റിസർവയറാണ് വാച്ച്മാൻ പെരിങ്ങൽകുത്തിൻ്റെ. അപ്പോൾ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരമ്മയും കുട്ടിയും നിൽക്കുന്നുണ്ട്. വലിയ ആനയും വേറൊരു ചെറിയ ആനയും നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു അമ്മയുണ്ട്, പിന്നെ വേറുണ്ട്, പിന്നെ അടിയിലെന്തോ കിടക്കുന്നുണ്ട്. അത്ര ക്ലിയർ അല്ല ലെൻസിൽ കൂടെ നോക്കുമ്പോൾ. അപ്പോൾ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടെ നമ്മുടെ കൂടെ വരുന്ന ഈ വീരപ്പൻ ചേട്ടൻ അവിടെ ഒരു ദ്വീപിൽ അക്കരെ നിൽക്കുന്നുണ്ട്. പുള്ളി ചങ്ങാടം കൊണ്ടുവന്നു. അപ്പോൾ പുള്ളി നമ്മളിങ്ങനെ കൂവി വിളിക്കാൻ അവിടെ നിന്ന് പറ്റുള്ളൂ. അപ്പോൾ വിളിച്ചപ്പോൾ പുള്ളി ഇങ്ങനെ ചങ്ങാടം കൊണ്ടുവന്നു, എന്നെ കയറ്റി. ഒരുപാട് ജനങ്ങളിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് റോട്ടിൽ, അവിടെ എന്താ നടക്കുന്നതെന്ന് ഉള്ള അവർക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ അവിടെ സംഭവിക്കുന്നതെന്ന്. അപ്പം ഞങ്ങളിങ്ങനെ ഈ ചങ്ങാടത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പുറത്തെ കരയിലേക്ക്. അവിടെ ചെന്നിട്ട് വേണം നമുക്കിത് കാണണമെങ്കിൽ. അപ്പം അപ്പോൾ ഇവിടെ ചീങ്ങനെയൊക്കെ ഉള്ളതാണ് ഈ റിസർവയറിൽ. അപ്പം ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിക്കുകയാണ്, ചങ്ങാടത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? അപ്പോൾ ഒരു മുളയുടെ ഒരു 4 പീസാണ് ഈ ചങ്ങാടം. സ്വാഭാവികമായിട്ട് നമ്മൾ കാട്ടിക്കൂടെ ചങ്ങാടത്തിലൊക്കെ പോയിട്ടുണ്ട്, പുഴയിൽ കൂടെ ഡാമിൽ കൂടെ ഒക്കെ. അപ്പോൾ പുള്ളി പറഞ്ഞു കുറേ നാൾ മുമ്പ് ഇത് ഒന്ന് മുങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. വളരെ സിമ്പിളായിട്ടാണ് പുള്ളി പറയുന്നത്, കുറേ നാൾ മുമ്പ്. അപ്പോൾ എൻ്റെ മൈൻഡിൽ അതൊന്നും ഇല്ല ശരിക്കും. പോവാം,
വളരെ സമാധാനത്തോടുകൂടി അപ്പുറത്ത് എന്ന് വെച്ചാൽ നമുക്ക് അറിയണം എന്താണ് അവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളത്. ആ ദ്വീപിലെത്തുകയും അവിടെ എത്തിയിട്ട് നമ്മൾ പിന്നെ ക്യാമറയും ലെൻസൊക്കെ എടുത്ത് നോക്കുമ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് അമ്മയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമ്മയും പിന്നെ വേറൊരു കുട്ടി നിൽക്കുന്നുണ്ട്. അടിയിൽ കിടക്കുന്ന കുട്ടി ചത്തുപോയിട്ടുണ്ട്. ആ കുട്ടി ചെരിഞ്ഞിട്ടുണ്ട്. വെള്ളത്തിലാണ്? അല്ല, വെള്ളത്തിൽ നിന്ന് കുറച്ചും കൂടി മാറിയിട്ട്. അപ്പോൾ അവിടെ ചെളിയൊക്കെ ഉണ്ട്, ഇങ്ങനെ മണ്ണൊക്കെ ആയിട്ട് ഇങ്ങനെ ഇവരെ മേത്തൊക്കെ ഇങ്ങനെ മണ്ണുണ്ട്, കളിമണ്ണുണ്ട്. അപ്പോൾ കുറേ നേരം നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഇവരിങ്ങനെ തട്ടി വിളിച്ചുകൊണ്ടിരിക്കുക. ഈ അമ്മേനെയും മറ്റേ കുട്ടിയാനും ഇങ്ങനെ മറ്റേ ആനയും ഇങ്ങനെ ഇതിനെ ചെറിയ കൊച്ചിനിങ്ങനെ തട്ടി ചെരിഞ്ഞ് കിടക്കുന്ന ആനക്കുട്ടീനെ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ 2 ദിവസം മുമ്പ് ജനിച്ച ഒരു കുട്ടീനെ. ഇത് കഴിഞ്ഞിട്ട് ഈ 2 പേരും ഈ 2 ആനകളും ഈ കുട്ടീനോട് ഇട്ടിട്ട് കാട്ടിൽ കയറി പോവുകയും ഒരു അരമണിക്കൂറിന് ശേഷം ഒരു ഗ്രൂപ്പ് ആനകളായിട്ട് വരുന്ന കാഴ്ചകളാണ് കണ്ടത്. അത് കഴിഞ്ഞ് എല്ലാവരും വന്നിട്ട് ഇതിനെ പൊതിയുകയും പിന്നെ കണ്ട കാഴ്ചകളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ നെഞ്ച് വേദനിപ്പിക്കുന്ന കുറേ കാഴ്ചകളായിരുന്നു. ഹേർട്ട് ബ്രേക്കിംഗ്. എന്തായിരുന്നു? എല്ലാവരും വന്നിട്ട് ഇതിനെ ഇങ്ങനെ പൊതിയാൻ ശ്രമിക്കുന്നു, നിരന്ന് നിൽക്കുന്നു, ഒരു മൗന പ്രാർത്ഥന പോലെ. കാട്ടാനകളുടെ ഒരു മൗന പ്രാർത്ഥന എന്നൊക്കെ നമ്മൾ ആദ്യമായിട്ട് അങ്ങനെയൊക്കെ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് അവരൊരു ഉപചാരം അർപ്പിക്കുന്ന പോലെ. അത് കഴിഞ്ഞ് എല്ലാ ആനകളും പോവാൻ നേരത്ത് അവർ വീണ്ടും വന്നതിനിങ്ങനെ തട്ടി വിളിക്കുന്ന കാണാം. ഒരുപാട് സമയം, ഏകദേശം ഒരു 2 മണിക്കൂറോളം. പിന്നീട് എല്ലാ ആനകളും നടന്നു പോകുമ്പോൾ ഈ അമ്മയും ഈ കുട്ടിയുടെ അമ്മയാനെയും മറ്റേ ആനയും നേരത്തെ പറഞ്ഞ അവർ മാത്രം ഈ ബോഡിയുടെ അടുത്തുണ്ട്. മറ്റുള്ള ആനകളൊക്കെ നടന്നു പോകുന്ന കാണാം. അവസാനം അമ്മയാനെ മാത്രം മറ്റേ കുട്ടിക്ക് നീറ്റ് തിന്നാൻ വേണ്ടി ഇങ്ങനെ കയറി പോകുമ്പോൾ അമ്മയാനെ ഒറ്റയ്ക്ക് ഇതിനെ തട്ടി വിളിക്കുന്നതാണ്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ കണ്ണ് നനയിപ്പിക്കുന്ന, കണ്ണ് നിറഞ്ഞു. പിന്നീട് അമ്മയാനെ തിരിച്ച് നടന്നുപോയി. അറ്റത്ത് കൂടെ ഇങ്ങനെ റിസർവോയർ സൈഡ് പിടിച്ച് ഇങ്ങനെ നടന്നുപോയി. അപ്പോൾ ശരിക്കും നമ്മളിങ്ങനെ നോക്കിക്കാണാം എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് അവിടെ നിന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരെ മൈൻഡ് മുഴുവൻ ഇത് തന്നെയാണ്, ആ ഒരു സങ്കടം തന്നെയാണ്. നേരത്തെ പറഞ്ഞ ഇത്രയും വർഷം അതിനെ കൊണ്ട് നടന്ന് അത് പ്രസവിച്ചു, അപ്പം കിട്ടുന്നൊരു സന്തോഷം ആ ജനിച്ച സമയത്ത് അതൊക്കെ വാർത്തയായിരുന്നു. ആ സമയത്ത് പത്രങ്ങളിലും ഫ്രണ്ട് പേജിൽ വാർത്തയായിരുന്നു. ഇതിന്റെ മരണകാരണം എന്തായിരുന്നു? പിന്നീട് ഡെലിവറിയിലുള്ള ബ്ലീഡിങ് ആയിരുന്നു എന്നാണ്. എന്ന് വെച്ചാൽ ജനിച്ച സമയത്ത് അതിന് ചെറിയ പരിക്കേറ്റിരുന്നു. അപ്പോൾ അവസാനം അമ്മേനെയും അറ്റത്ത് പോയി നോക്കുന്ന ഒരു സീനുണ്ട് ഈ കുട്ടീനെ. അതൊക്കെ കാണുമ്പോൾ ശരിക്കും ഭയങ്കര ഒരു സങ്കടമുള്ള. പിറ്റേ ദിവസം, അന്നത്തെ ദിവസം ആ ബോഡി അവിടെ കിടന്ന് ഏകദേശം രാത്രിയാവാനായി. വനംവകുപ്പ് ഇങ്ങനെ ചങ്ങാടത്തിൽ വന്നുകൊണ്ടിരുന്ന നമ്മൾ അറിയിച്ചിരുന്നു, ഓഫീഷ്യൽസിനൊക്കെ അറിയിച്ചിരുന്നു. പിറ്റേ ദിവസം ചങ്ങാടത്തിൽ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കുഴിച്ചിട്ടു. അത് ശരിക്കും പറഞ്ഞാൽ മറക്കാൻ പറ്റാത്ത, ഇപ്പോഴും അതിൻ്റെ ഒരു സീരീസ് ഏകദേശം ഒരു 1000 ചില ചിത്രങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്തു. അതൊരിക്കലും മറക്കാൻ പറ്റാത്ത 2015 2015 കേരള വന്യജീവി വകുപ്പിൻ്റെ ഒരു അവാർഡും ആ ചിത്രത്തിന് കിട്ടിയിരുന്നു. പിന്നീട് 2017 അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് വിഷ്വൽസ് ഞാൻ ഷൂട്ട് ചെയ്തിരുന്നു സെയിം ടൈമിൽ. ഇപ്പോൾ ലോക ആനദിനത്തിന് കേരള നിയമസഭയിൽ ആനത്താര എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് ഡോക്യുമെൻ്ററി ഫിലിം എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നു. അത് ആദ്യ പ്രദർശനവും റിലീസിങ്ങും കേരള നിയമസഭയിൽ കിട്ടി. അത് അന്നത്തെ വനംവകുപ്പും കൃഷിമന്ത്രിയും അങ്ങനെ പ്രകൃതിനൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്, സ്പീക്കർ. അപ്പോൾ അത് വലിയൊരു അംഗീകാരമായിട്ട്, പ്രത്യേകിച്ച് ഇത് എല്ലാവരും കണ്ടിരിക്കണം. അവരൊരു മാതൃസ്നേഹം, സ്വന്തം കുഞ്ഞിനോടുള്ള സ്നേഹമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ വേണമെങ്കിൽ പറയാം. ഈ കാലഘട്ടത്തിൽ മനുഷ്യർക്ക് കുട്ടികളോട് ഒരു കളങ്കമില്ലാതെ അവരെല്ലാവരും വന്നു. തീർച്ചയായിട്ടും അത് നമ്മളിങ്ങനെ വന്യജീവികളിൽ കൂടെ ഒക്കെ കാടിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ടാവും ഇങ്ങനെയുള്ള ഇൻസിഡൻസ് ഒക്കെ. അപ്പോൾ നമുക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റാന്ന് പറയുന്നതും അല്ലെങ്കിൽ അത് കാണാൻ പറ്റുന്ന, അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റാവുന്നതും എനിക്കതൊരു എന്താ പറയുക, അത് പ്രത്യേകിച്ച് കുട്ടികൾ പഠിക്കുന്നവരായാലും അല്ലെങ്കിൽ മറ്റുള്ളവരായാലും അപ്പോൾ അവർക്കൊക്കെ അത് മനസ്സിലാക്കാൻ പറ്റും. അവരെ യഥാർത്ഥ ലൈഫ് എന്താണ്, അവരെ ഇമോഷൻസ് എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് എൻ്റെ ക്ലാസ്സുകളിൽ ഞാൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് കോളേജിലും സ്കൂളിലും പോലീസ് അക്കാദമിയൊക്കെ. അപ്പോൾ അവിടെയൊക്കെ കാണിച്ചു വരുന്നു. ഇപ്പോൾ 2019 പ്രിയപ്പെട്ട മെഗാസ്റ്റാർ മമ്മൂക്ക എനിക്കത് യൂട്യൂബിൽ റിലീസ് ചെയ്ത് തന്നു. പിന്നെ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ അത് പോയിട്ടുണ്ട്. ആനത്താര ഇത് കണ്ടന്റ് ഇതാണ്, ഈ ആനയുടെ മരണമാണ്. എൻ്റെ പ്രശസ്തമായൊരു ചിത്രമാണ് ഒരു പുലി മരച്ചില്ലയിൽ, ഗർഭിണിയായ പുലിയാണ് ഉറങ്ങുന്നത്. ആ ഒരു ചിത്രത്തിന് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടുകൾ എങ്ങനെയൊക്കെയായിരുന്നു? ശരിക്കും പറഞ്ഞാൽ അതിൽ വലിയ കഷ്ടപ്പാടൊന്നുമില്ല. ഇതെടുത്തത് കർണാടകയിലെ നാഗർഹോളെ വനത്തിൽ നിന്നാണ്. അപ്പോൾ നമ്മളെ സഫാരി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാട്ടിൽ കൂടെ. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു പുലി മരത്തിൽ കിടക്കുന്നതായിട്ടുള്ളൊരു വിവരം നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ അത്രയും ദൂരയിലാണ് ആ പുലി റെസ്റ്റ് ചെയ്യുന്നത്.
നമ്മൾ ടെലിയൊക്കെ വെച്ച് നോക്കി ഒരു ലൈവ് ക്രോപ്പൊക്കെ ഇട്ട് നോക്കുമ്പോൾ ആളിങ്ങനെ വളരെ ശാന്തനായിട്ടിങ്ങനെ കിടക്കുന്നതുണ്ട് നോക്കി. അപ്പം അത് വളരെ കൗതുകമായിട്ട് അത്യാവശ്യം കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അതൊരു നല്ലൊരു അനുഭവം. കുറേ കൗതുകമുള്ള ക്വസ്റ്റ്യൻസും നമ്മുടെ സോഷ്യൽ മീഡിയ കൂടെ അതിൻ്റെ വീഡിയോയ്ക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഫോട്ടോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ചിത്രം കൂടിയാണത്. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ചിത്രം. നമുക്കൊരിപ്പോൾ ഒരാൾക്ക് നമ്മൾ ഗിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രെയിമല്ലേ നമ്മൾ കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ആളുകൾക്ക് ഇത് കൊടുത്തു, ഗിഫ്റ്റായിട്ട് തന്നെ കൊടുത്തു. അപ്പം അതിൽ മമ്മൂക്കാക്ക് കൊടുത്തു, ലാലേട്ടന് കൊടുത്തു. അപ്പം ലാലേട്ടന് കൊടുത്തു കഴിഞ്ഞപ്പോൾ മുമ്പർക്ക് ഇങ്ങനത്തെ ചിത്രങ്ങളോടൊക്കെ ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ്. അപ്പോൾ ലാലേട്ടൻ ആ ചിത്രം ലാലേട്ടൻ്റെ ക്യാരവനിൽ അത് വെച്ചു. അപ്പോൾ അതെനിക്ക് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം ആയി തോന്നി. അദ്ദേഹത്തിനെ പോലുള്ളൊരു മഹാനടൻ ആ ഒരു ചിത്രം, ആ ഒരു സ്പേസ് തന്നതും. പിന്നെ കവടിയാർ കൊട്ടാരത്തിൽ ഇരിക്കുന്നുണ്ട് ഇപ്പോഴും ഉണ്ട്. അത് ഞങ്ങൾ ഫാമിലി ആയിട്ടൊരു വിസിറ്റ് ഞാൻ ഇടയ്ക്ക് മീറ്റ് ചെയ്യാറുണ്ട് പുള്ളീനെ. ആദിത്യവർമ്മ തമ്പുരാൻ, പുള്ളി ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ കൊട്ടാരത്തിലും അത് വെച്ചിട്ടുണ്ട്. പിന്നെ പല സ്ഥലങ്ങളിലും പോലീസും ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റേഷൻ, പല ഫോറസ്റ്റിലൊക്കെ ഇതിൽ ചിത്രം ഇരിക്കും. നമ്മൾ ഇത്തരത്തിലെടുക്കുന്ന വൈൽഡ് ലൈഫ് ചിത്രങ്ങളൊക്കെ അതെങ്ങനെയാണ് ഒരു റവന്യൂ മാർഗമായിട്ട് മാറുക? ചിത്രങ്ങളും വീഡിയോകളും നമുക്ക് സെല് ചെയ്യാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. നമുക്ക് സ്റ്റോക്ക് ഫുട്ടേജ് വഴി ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊജക്റ്റുകൾക്ക് നമ്മൾ ചെയ്യാം. അങ്ങനെയുള്ള ഡോക്യുമെൻ്ററികൾക്ക്, സിനിമകൾക്കൊക്കെ നമുക്ക് അങ്ങനെയാണ് ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ നമുക്കൊരു റവന്യൂ സോഴ്സിങ്. എൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി വർക്ക്ഷോപ്സ്, പിന്നെ അതുപോലെ ക്ലാസ്സുകൾ കോളേജുകളിലും സ്കൂളുകളിലും, പിന്നെ ഇൻ്റർനാഷണൽ പ്രൊജക്ട്സ് ചെയ്യുന്നുണ്ട് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആയി ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മൾ റവന്യൂ ചെയ്യുന്നത്. കരടിയെ കണ്ടിട്ടുണ്ടോ കാട്ടിൽ? പിന്നെ ഇഷ്ടം മാതിരി. എവിടെ വെച്ചാണ്? ഷോളയാർ കണ്ടിട്ടുണ്ട്, പറമ്പിക്കുളം കണ്ടിട്ടുണ്ട്, മസനഗുഡിയിൽ കണ്ടിട്ടുണ്ട്, കുട്ടികളായിട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. മേത്ത് കരടിയുടെ മേത്ത് അതിൻ്റെ കുട്ടികളെയും കൊണ്ട് പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. മേത്തിരിക്കും. എല്ലാ ജീവികളോടും നമ്മൾ കാണിക്കേണ്ട ഒരു മര്യാദകളുണ്ടല്ലോ അല്ലേ. ഇപ്പം നമ്മളൊരു ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്നിടത്ത് ഒരാൾ വന്ന് കയറിയിട്ട് നമ്മളൊന്ന് ബുദ്ധിമുട്ടിച്ച് പാടെടുക്കാൻ നോക്കി എന്തായിരിക്കും അവസ്ഥ. അതുപോലെ തന്നെ എല്ലാ ജീവികളെയും എല്ലാവരും കുഴപ്പക്കാരല്ല, കുഴപ്പക്കാർ നമ്മളാ, മനുഷ്യരാ. അപ്പം നമ്മളല്ല അവരെ ആവാസ വ്യവസ്ഥയിലോട്ട് പോകുന്നത്. അവരുടെ ടെറിട്ടറിയിലേക്ക് കയറിയിട്ട് കരടി ഉപദ്രവിച്ചു എന്ന് പറയണതിൽ പ്രത്യേകിച്ച് ലോജിക്കൊന്നുമില്ല. അപ്പോൾ അവിടെ നമ്മൾ കരടിയുടെ അടുത്ത് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ആനയുടെ അടുത്ത്. അപ്പോൾ ഇത്രയും റെസ്പെക്ട്ഫുൾ ഡിസ്റ്റൻസ് നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം. മുമ്പ് ISROയിൽ വർക്ക് ചെയ്യണ ഒരു കപ്പിൾസ് ഗവിയിൽ വെച്ചിട്ടൊരു ആനകളൊരു അറ്റാക്ക് ഉണ്ടായി. അവർ പ്രൊഫഷണൽസ് ഒന്നും ആയിരുന്നില്ല. അവർ ചെറിയൊരു ഡിജിറ്റൽ ക്യാമറ വെച്ചിട്ട് ആനകളുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുകയും അവർ എക്സൈറ്റ്മെൻ്റ് ആയിട്ട് അടുത്തേക്ക് പോവുകയും, ചെറിയൊരു ഡിജിറ്റൽ ക്യാമറ ഒരുപാട് വർഷം മുമ്പ് നടന്നൊരു ആന വന്ന് അറ്റാക്ക് ചെയ്യും, അവരവിടെ വെച്ച് കൊല്ലുകയും ചെയ്തു. അപ്പോൾ നമ്മളെപ്പോഴും കാട്ടിലെ മര്യാദകളും കാട്ടിലെ എത്ര ഡിസ്റ്റൻസിൽ നിൽക്കണം നമ്മൾ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. വൈൽഡ് സ്വഭാവമാണ് അവിടുത്തെ. ആനകൾ വരുന്ന ആ ഒരു സ്പീഡും അവരാ ഒരു അപ്പം അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടിരിക്കണം. കാടിനെ ശരിക്കും അറിയണം. ആന നല്ല സ്പീഡിൽ വരും, തീർച്ചയായിട്ടും. ആന വളരെ സ്പീഡിൽ വരും. എന്നെ കാട്ടിലിട്ടിട്ട് ആന ഓടിച്ചിട്ടൊന്നുമില്ല ഷൂട്ടിൻ്റെ സമയത്തൊന്നും. ബട്ട് നമ്മളവിടെ അപ്പം അതൊക്കെ മനസ്സിലാക്കിയിരിക്കണം. ആന ചാർജ് ചെയ്യാനായിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടോ. അപ്പോൾ പ്രൊവക്കേറ്റ് വരുമ്പോഴാണ് അവർക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് വരാം. അങ്ങനെയാണല്ലോ. ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു അസ്വസ്ഥത വരുമല്ലോ, അതിൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് കടന്നു കയറി എന്തെങ്കിലും ശല്യമായാലാണ് അത് വരുന്നത്. അപ്പം അത് ഇല്ലാണ്ട് നമ്മൾ നോക്കണം. അത് ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ കാണിക്കണ്ടേ. അപ്പം അതിനാണ് നേരത്തെ പറഞ്ഞ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ അപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ, നേരത്തെ ആ ഒരു ഗവിയിലെ ഒരു സംഭവം. അപ്പോൾ കൂടെ ഉണ്ടായിരുന്നൊരു വാച്ചർ അവസാന സമയം വരെയും ഇവരെ പിന്തിരിപ്പിക്കാൻ നോക്കി. ലാസ്റ്റ് പറ്റാണ്ടായപ്പോൾ അയാൾ ഒരു കുഴിയിൽക്കെടുത്ത് ചാടി അയാൾ രക്ഷപ്പെട്ടു. പിന്നീട് അവിടുത്തെ ട്രക്കിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ഒരുപാട് ബുദ്ധിമുട്ടായി. അപ്പോൾ വന്യജീവികളുടെ അടുത്ത് ചെല്ലുമ്പോൾ എപ്പോഴും നമ്മൾ അത് ചിത്രങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ ആവാസ വ്യവസ്ഥ നമ്മൾ മാനിച്ചാണ്. നമ്മൾ ഈ കാടിനുള്ളിലേക്ക് പോകുമ്പോൾ ഈ കാടിനുള്ളിൽ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണ് വന്യജീവികൾക്ക്? അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? മനുഷ്യൻ തന്നെയാണ് പ്രശ്നം. ലോകത്തെ ഏതൊരു വർഗത്തെ എടുത്താലും അവിടെ മനുഷ്യൻ തന്നെയാണ് എല്ലാ ജീവികളെയും ശത്രു എന്ന് വേണമെങ്കിൽ പറയാം. ഈ ലോകത്ത് മനുഷ്യൻ ഇല്ലാണ്ടിരുന്നാൽ പ്രത്യേകിച്ചൊന്നും
സംഭവിക്കാനില്ല. ഉം. നമ്മൾ മനുഷ്യർ തന്നെയാണ്. ഉം. ഇപ്പം ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ മനുഷ്യനുള്ളത് കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ പോകുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട് അല്ലേ. നമ്മൾ നമ്മളെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉം. നമ്മുടേതായിട്ടുള്ള ജീവിത രീതികളും ഭക്ഷണങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ. ഉം. അപ്പോൾ കടന്നുകയറ്റം, ഉം. നേരത്തെ ചോദിച്ച ആ ഒരു ചോദ്യത്തിലേക്ക് കടന്നുകയറ്റം തന്നെയാണ് ഉം. ഏറ്റവും വലിയ ആപത്ത്. അവർ കാട്ടിൽ താമസിക്കുന്ന സമയത്ത് കാടിൻ്റെ മക്കളായിട്ടുള്ള അവരെ കൂടിയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവരായിട്ട് നമ്മൾ സംസാരിക്കാറുണ്ട്. കാട്ടിൽ നടക്കുന്നത്, അവർ മീൻ പിടിക്കാനും മറ്റുള്ള തെള്ളി ശേഖരിക്കുന്ന കഥകളൊക്കെ നമ്മളടുത്ത് പറയാറുണ്ട്. അപ്പോൾ അവർ ഈ വന്യജീവികളായിട്ട് ഏറ്റവും കൂടുതൽ മിങ്കിൾ ചെയ്യുന്ന, അല്ലെങ്കിൽ അവർ കാണുന്നതും അല്ലെങ്കിൽ അവരെ നിത്യജീവിതത്തിൽ കാണുന്ന നിത്യജീവിതത്തിൽ ഇപ്പം നമ്മൾ ഷൂട്ടിനോ മറ്റുള്ള കാര്യങ്ങളായി ബന്ധപ്പെട്ട് പോകുന്ന സമയത്തൊക്കെയാണ്. അപ്പോൾ അവർ കാണുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ ഉണ്ടാവുന്ന അവർ തമ്മിലുള്ളൊരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനുഷ്യ വന്യജീവി സംഘർഷം സ്വാഭാവികമായിട്ടും ഉണ്ടാവാം അല്ലേ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാട്ടിലിരുന്ന് സംസാരിക്കുകയും കൂടുതൽ കാര്യങ്ങൾ ഇവരോട് അവരെ അനുഭവങ്ങൾ, അപ്പോൾ അതൊക്കെ നമ്മൾ അറിയാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ രാത്രി ഒക്കെ നേരം വെളുക്കുന്നവരെ കാടനുഭവങ്ങൾ, അങ്ങനെ ഈ കാടിനുള്ളിൽ താമസിക്കുന്ന മനുഷ്യർ പറയുന്ന അനുഭവങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ ഓർമ്മയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ പറയാറുണ്ട്. അവർ പോയി താമസിക്കുന്ന സമയത്ത്, മീൻ പിടിക്കാൻ പോകുന്ന ഉൾക്കാട്ടിലൊക്കെ പോയി കിടക്കുന്ന സമയത്ത് ഇവരെ കാണുന്നതും അല്ലെങ്കിൽ അവരായിട്ട് ബന്ധപ്പെടുന്ന ചില അത് യാദൃശ്ചികമായിട്ട് കാണുന്ന, ചിലപ്പോൾ ഇപ്പം നമ്മളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ കടുവേനെ, കേരളത്തിൽ നിന്ന് ഒരു കടുവേനെ കിട്ടാൻ വർഷങ്ങളോളമാണ് നടക്കുന്നത്. പക്ഷെ ഇവർ ചിലപ്പോൾ യാദൃശ്ചിക പെട്ടെന്നൊക്കെ ഇവർ കാണുന്ന അനുഭവങ്ങളൊക്കെ നമ്മളെടുത്ത് പറയാറുണ്ട്. കടുവയും പുല്ലിനൊക്കെ ഇങ്ങനെ വളരെ വളരെ സിമ്പിളായിട്ട് തന്നെ അവർ ബാക്ക് ടു നേച്ചർ, പ്രകൃതിയിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലുണ്ട്. അപ്പോൾ അത് ഇവരേന്ന് കേൾക്കുമ്പോൾ നമുക്ക് കുറേ കൂടി, പിന്നെ നമ്മൾ കാട്ടിൽ പോയാൽ നമുക്ക് കിട്ടുന്നൊരു ഫീലുണ്ട്. കാടിൻ്റെ ആ ഒരു ശുദ്ധവായും ശുദ്ധജലവും അല്ലെങ്കിൽ അവിടെ കിട്ടുന്നൊരു സമാധാനവും, അപ്പം അതൊക്കെ ശരിക്കും അത് എപ്പോഴും കിട്ടുന്നൊരു ആളുകളും കൂടിയാണ് ഈ കാടിൻ്റെ മക്കൾ. അപ്പോൾ അവരായിട്ട് സംസാരിക്കുമ്പോഴും നമുക്ക് നല്ലൊരു അനുഭവം തന്നെയാണ്. വയനാട് കാട്, ബന്ദിപ്പൂർ കടുവാ സങ്കേതമൊക്കെ വരുന്ന സ്ഥലമാണ്. അതെ. അപ്പോൾ ഈ കാടുകളിൽ എന്തൊക്കെ ജീവികളാണ് പ്രധാനമായിട്ടുള്ളത്? നമ്മുടെ പശ്ചിമഘട്ടത്തിൽ കാണുന്ന, ഇപ്പോൾ ലോകത്തിൽ തന്നെ സിംഹവാലൻ കുരങ്ങ് നമ്മുടെ പശ്ചിമഘട്ടത്തിലേ ഉള്ളൂ. അതൊരു എൻഡമിക്കാണ്. എൻഡേഞ്ചേർഡാണ്. ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം കാണുന്ന, IUCN-ലും റെഡ് ഡാറ്റ ബുക്കിലൊക്കെ ഉള്ളൊരു ജീവിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ജീവികളെ കാണുന്ന, ഇപ്പോൾ കൂടുതലും വാൽപ്പാറയിൽ, നെല്ലിയാമ്പതി അങ്ങനെയുള്ള സ്ഥലങ്ങൾ. ഇപ്പോൾ വയനാടത്തെ ഇതെടുക്കുമ്പോൾ കുറച്ചും കൂടിയും കടുവകൾ കൂടുതലുള്ളൊരു വനമേഖലയാണ്. കേരളത്തിൽ നേരത്തെ പറഞ്ഞ 2 കടുവാ സങ്കേതങ്ങളാണ്, പെരിയാർ കടുവാ സങ്കേതവും പറമ്പിക്കുളം കടുവാ സങ്കേതവും. അതിൽ വയനാട് കടുവ സങ്കേതം അല്ല, പക്ഷേ ഏറ്റവും കൂടുതൽ വയനാടാണ് കടുവകളുള്ളത്. അങ്ങനെ വരുന്നത് അത് 3 സംസ്ഥാനങ്ങളിലെയും ഒരു പോയിന്റ്, ഒരു ട്രയാങ്കിൾ, കേരള, തമിഴ്നാട്, കർണാടക, ഈ 3 സംസ്ഥാനങ്ങൾ ഒരുമിക്കുന്നൊരു സ്ഥലം കൂടിയാണ് ഈ വയനാടിൻ്റെ ഒരു ടെറൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കടുവയുള്ള ഒരു സാധ്യത. അപ്പോൾ ഏകദേശം ഒരു 80 കടുവോളം വയനാടുണ്ട്. പക്ഷേ വയനാട് കടുവാ സങ്കേതമല്ല. നമുക്ക് 2 കടുവാ സങ്കേതങ്ങളുണ്ടെന്ന് പറയുന്നത്, ഒന്ന് പെരിയാറും ഒന്ന് ഈ പറമ്പിക്കുളമാണ്. അപ്പോൾ ഈ പെരിയാറിൽ സാധാരണയായിട്ട് ഈ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് അധികം കേൾക്കാറില്ല. കാരണം അതിനേക്കാളും കൂടുതൽ ഒരുപക്ഷെ കേട്ടിരിക്കുന്നത് ഈ വയനാട് ജില്ല ആ ഒരു സ്ഥലത്തായിരിക്കും. കടുവ നാട്ടിലിറങ്ങി വളർത്തുമൃഗങ്ങളെ പിടിക്കുന്നു, മനുഷ്യരെ ആക്രമിക്കുന്നു എന്നുള്ള സാധനങ്ങളൊക്കെ കേൾക്കുന്നത്. അപ്പോൾ അതിന് കാരണവും ഇത് തന്നെയായിരിക്കും. കോൺഫ്ലിക്റ്റ് കൂടാനുള്ളൊരു സാധ്യത എന്ന് പറയുന്നത് വനത്തിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ പറഞ്ഞ പ്രദേശം. താങ്കൾ പറഞ്ഞ ഈ വയനാട് പോലുള്ള സ്ഥലങ്ങൾ. അപ്പോൾ അവരുടെ ആവാസ വ്യവസ്ഥയാണ് എന്നാൽ കാടിനോട് ചേർന്ന് കിടക്കുന്നത്. ഇപ്പം ഈ പറഞ്ഞ നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇവരൊരു ആവാസ വ്യവസ്ഥയുള്ളൊരു ജീവിയാണ് കടുവ എന്ന് പറയുന്നത്. അപ്പോൾ ആവാസ വ്യവസ്ഥയിൽ നിൽക്കുമ്പോൾ തന്നെ അവർക്ക് ജീവിക്കാൻ അത്രയും ഒരു ഏരിയ പ്രദേശം അവർക്ക് വേണം കടുവയ്ക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്രയും ഒരു പോപ്പുലേഷൻ അവിടെ വരുമ്പോൾ നാട്ടിൽ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും പരിക്ക് പറ്റിയോ അല്ലെങ്കിൽ അവർ ഹെൽത്തിന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുന്ന എളുപ്പമായിട്ടുള്ളത് നേരത്തെ പറഞ്ഞ മൃഗങ്ങളാണ്, വളർത്തുമൃഗങ്ങളാണ്. അപ്പോൾ കുറച്ചും കൂടി അപ്പോൾ ഈ കാടിനോട് ചേർന്ന് കിടക്കുമ്പോൾ അവർക്ക് വന്നിട്ട് പിടിച്ചിട്ട് പോകാൻ വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല അവിടെ.
ഓടില്ല, ഓടിപ്പോയില്ല, അതെ, അവർക്ക് ഈസി ആയിട്ട് വന്നിട്ട് പിടിച്ചിട്ട് പോകും. പിടിക്കാം. പിന്നെ മനുഷ്യരുടെ കേസിൽ പറഞ്ഞാലും നമുക്കും അത്ര വലിയ ഫിസിക്കൽ പവറൊന്നും ഇല്ല, ഉം. ശരിയല്ലേ? നമ്മളെ വന്ന് പെട്ടെന്ന് പിടിച്ചിട്ട് പോകാനുള്ള ഉം. അത്രേ ഉള്ളൂ കമ്പയർ ചെയ്യുമ്പോൾ വന്യജീവികളായിട്ട്. പക്ഷെ നരഭോജികൾ ഇവർ ആവാറുമില്ല, വളരെ റെയർ കേസിലാണ് ആവുന്നതും. ഉം. അതിനും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉം. കടന്നുകയറ്റം, അതുപോലുള്ള സംഘർഷങ്ങൾ, അവരെ ബുദ്ധിമുട്ടുകൾ, അപ്പം അല്ലെങ്കിൽ ഈ പറഞ്ഞ വനമേഖലയോട് ചേർന്നുള്ളൊരു ഉം. കാര്യങ്ങൾ, അപ്പം അതൊക്കെ. ഇങ്ങനെ ഈ സംസ്ഥാനത്തിന് പുറത്തു പോയി പകർത്തി ഏറ്റവും ആഗ്രഹിച്ചെടുത്ത ഒരു ചിത്രം ഏതാണ്? വന്യജീവി ചിത്രങ്ങളിൽ കടുവയുടെ ഒരുപാട് നല്ല വിഷ്വൽസ് ഉം. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഉം. എടുത്തിട്ടുണ്ട്. ഉം. കടുവ തന്നെയാണ് അതിൻ്റെ ഒരു ഉം. അവരെ ഒരു നടത്തം. നമ്മുടെ ഈ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് നടക്കുമ്പോൾ ഇതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട ആൾക്കാർ പറയുന്നതാണ്, ഇതിനകത്ത് ഈ കാട്ടിക്കിടക്കുന്ന സാധനം മനുഷ്യന് അപകടകരമാണെങ്കിൽ അങ്ങ് കൊന്നൊടുക്കണം, അത് കടുവയാണെങ്കിലും പുലിയാണെങ്കിലും എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ കടുവകൾ കാട്ടിൽ ഉണ്ടാവേണ്ടതിൻ്റെ ഒരു ആവശ്യകത എന്താണ്? കടുവ കാട്ടിലുണ്ടാവേണ്ട ഒരു ആവശ്യകത എന്ന് പറയുന്നത്, കടുവ ഭക്ഷിക്കുന്നത് എപ്പോഴും സസ്യബുക്കുകളായിട്ടുള്ള മാൻ, അതുപോലെ കാട്ടുപന്നി, പോത്ത്, അവരൊക്കെയാണ്. അപ്പോൾ ഇവർ പെറ്റുപെരുകും, ഉം. സസ്യബുക്കുകളായിട്ടുള്ള വംശവർദ്ധനമുണ്ടാവും. വംശവർദ്ധനമുണ്ടാവും. സ്വാഭാവികമായിട്ടും ഇവർ വംശവർദ്ധനവ് സംഭവിച്ചു കഴിഞ്ഞാൽ കാട്ടിലെ കുറ്റിച്ചെടികൾ, പുൽമേടുകൾ ഇവരൊക്കെ ഭക്ഷിച്ച് തീർക്കും ഉം. കാട്ടിലെ. അപ്പോൾ കടുവ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഭക്ഷിച്ച് തീർത്തു കഴിഞ്ഞാൽ അവിടെയുള്ള കാടില്ല. പക്ഷികൾ ഉം. അവരൊക്കെ ആ സ്ഥലം വിട്ട് പോകും. ഉം. വിത്ത് വിതരണത്തിലുള്ള പക്ഷികളുടെ അഭാവം അവിടുത്തെ ഒരു വരൾച്ചയ്ക്കൊക്കെ ഉള്ളൊരു സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുപോലെ ജലസംഭരണികളുടെ ഉത്ഭവമായിട്ടുള്ള പുൽമേടുകളില്ലെങ്കിലും കാടിൻ്റെ വരൾച്ചയ്ക്കുള്ളൊരു സാധ്യതയും കൂടുതലുണ്ട്. ഉം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കടുവകൾ ഇവരൊക്കെ നിലനിർത്തുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ. ഉം. അപ്പോൾ നമ്മളെ കാട്ടിൽ കടുവ ഉണ്ടാവേണ്ടതൊരു ആവശ്യകതയാണ്. ഉം. അപ്പോൾ അതുപോലെ സമ്പുഷ്ടമായിട്ടുള്ള കാട്ടിലാണ് കടുവ ജീവിക്കുന്നതും. അവർക്കുള്ള ആവശ്യത്തിനുള്ള ഇരകൾ അങ്ങനെയുള്ളൊരു പ്രയുള്ള കാട്ടിലെ കടുവയുള്ളൂ. ഉം. അപ്പോൾ ഈ ഒരു ഈ സിസ്റ്റം ഉം. ഇത് നിലനിർത്തുന്നത് ഈ ഒരു ജീവിയാണ്. ഉം. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലാണ് എന്തുള്ളൂ, നമ്മുടെ നാടുള്ളൂ. നാടുണ്ടെങ്കിലാണ് നമ്മളൊക്കെ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ഈ കടുവയ്ക്ക് ഒരു ടെറിട്ടറി ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇത്രയധികം മൃഗങ്ങളുള്ളൊരു ടെറിട്ടറിയിലാണ് കടുവ രാജാവായിട്ട് വാഴുന്നത്. അപ്പോൾ കടുവ വേട്ടയാടുന്ന ഒരു രീതി, അത് എത്ര ദിവസം കൂടുമ്പോഴാണ് ഇങ്ങനെ ഇര പിടിക്കുന്നത്, അങ്ങനെയുണ്ടോ? കടുവയ്ക്കിപ്പോൾ ഒരു ഇര കിട്ടിയെന്ന് വിചാരിക്കും, അവർ ഏറ്റവും കൂടുതൽ സമയമായിരിക്കും അവരുടെ ജീവിതത്തിൽ ഇരയ്ക്ക് വേണ്ടി അവർ നോക്കുന്നത്. ഒരു ഇരേനെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഫസ്റ്റ് അവർ എളുപ്പമുള്ള ഭാഗങ്ങൾ ഭക്ഷിക്കും ശരീരത്തിൽ. പിന്നെ ആ ഒരു ഇരേനെ എവിടെയെങ്കിലും അവർ വയ്ക്കും. പതുക്കെ വന്നിട്ട് അതിങ്ങനെ ചെയ്യും തോറും അവർ വന്നിങ്ങനെ ഭക്ഷിക്കുന്നൊരു രീതിയാണ് കടുവയ്ക്കുള്ളത്. പിന്നെ അത് എന്താ പറയുക, സ്വാഭാവികമായിട്ടൊരു ഇര കിട്ടിക്കഴിയുമ്പോൾ സമാധാനമായല്ലോ. പിന്നെ അത് തണുപ്പിക്കാനൊക്കെ പോയിട്ട് വെള്ളത്തിലൊക്കെ പോയിട്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്യും ഇങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഇങ്ങനെ കാണാറുണ്ട് കടുവ ഇങ്ങനെ വെള്ളത്തിലിങ്ങനെ റെസ്റ്റ് ചെയ്യുന്നതും. അത്രയും കരുത്തുള്ള ജീവി ആ ഒരു അത്രയും എന്താ പറയുക, ഇരനിങ്ങനെ ഭക്ഷിച്ച് കഴിയുമ്പോൾ അവർക്കുള്ളൊരു ബോഡി തണുപ്പിക്കാനും അവരൊരു റെസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ സ്വാഭാവികമായിട്ട് കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ടാണ് അടുത്തൊരു പിന്നെ ഉടനെ പിടിക്കില്ല. ഇല്ലില്ല. നമ്മൾ മനുഷ്യരാണല്ലോ ഇങ്ങനെ വിശപ്പില്ലെങ്കിലും കഴിക്കുന്നത്. മീൻസ് നമുക്കൊരു ഇതിനോടൊരു എന്താ പറയുക, ഒരു ആർത്തി ഉണ്ടാവും അല്ലേ, അതിനെന്താ പറയുക, ഒരു ക്രേവിങ്. കടുവ എന്ന് പറഞ്ഞൊരു ജീവി വിശപ്പൊന്നും ഇല്ലെങ്കിൽ അതിന് മുമ്പിൽ കൂടെ മാനുകളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നതാണ്. സ്വാഭാവികമായിട്ട് അവരിങ്ങനെ പാസ് ചെയ്ത് പോകും. കടുവ അവിടെ കിടപ്പുണ്ടാവും, ഒന്നും ചെയ്യില്ല. അപ്പോൾ അവരിങ്ങനെ പേടിച്ചായിരിക്കും പോവുക മാനുകളിങ്ങനെ. പക്ഷേ കടുവ ഇങ്ങനെ വയറൊക്കെ നിറഞ്ഞ് വളരെ സമാധാന പ്രിയനായിട്ടായിരിക്കും അവിടെ കിടക്കുന്നത്. അപ്പോൾ വിശപ്പ് മാറിക്കഴിഞ്ഞാൽ അവർ വേട്ടയാടും. പിന്നെ അടുത്ത വിശപ്പിലായിരിക്കും ഈ പറഞ്ഞ പോലെ അങ്ങനെ അവർ ടാർഗറ്റ് ചെയ്യുന്നതും. തമ്മിൽ ഈ ദിവസങ്ങളുടെ ഇടവേള ഉണ്ടാവും തീർച്ചയായിട്ടും. ഏകദേശം ഒരു ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് അടുത്തിരയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത്ര ഒരു അതിൻ്റെ ഒരു സമയം കഴിഞ്ഞ് ഇപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു നമുക്ക് ഒരു മൃഗത്തെ പ്രേനെ കൊന്നിവിടെ ഇട്ടിരിക്കുന്നു, അതിനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒരു ഇതിനെ പിടിക്കില്ല. സ്വാഭാവികമായിട്ടും ഇല്ല. തൻ്റെ ഇര ഇവിടെ ഉണ്ടല്ലോ,
പിടിച്ചു വെച്ചിട്ടുണ്ട്. പിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, സേഫ് ആണല്ലോ. ഉം. അപ്പം അടുത്തതിലേക്ക് പോയില്ല. പോകേണ്ട ഒരു കാര്യം, ഒരെരനെ കിട്ടാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഉം. കടുവേനെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ ഒരു ടാർജറ്റ് അത്രയും ഇപ്പോൾ ഒരു കാട്ടുപോത്തിനെ കാട്ടിൽ അല്ലെങ്കിൽ ഒരു കാട്ടീനെ പിടിക്കുന്ന സമയത്ത് അത്രയും കരുത്തുള്ളൊരു ജീവിക്കാണ് അതിനെ കീഴ്പ്പെടുത്താൻ പറ്റുള്ളൂ അല്ലേ. അല്ലെങ്കിൽ ഒരു മാനിനെയോ മറ്റുള്ള ജീവന് അത്ര പ്രശ്നമില്ല, പന്നിനെയൊക്കെ. പക്ഷേ ഇത്രയും വലിയ ഹ്യൂജ് അനിമൽസിന് വേട്ടയാടി കഴിഞ്ഞ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അതിനുള്ള കരുത്ത് വേണം. ഉം. അതൊക്കെ കുറയുമ്പോഴാണ് നേരത്തെ പറഞ്ഞ ഇതിലോട്ടൊക്കെ അവർ വരുന്നത്. ഇതിനെ എങ്ങനെ കീഴ്പ്പെടുത്തണം ഈ വലിയ മൃഗങ്ങളെയൊക്കെ കടുവ? കടുവയുടെ ആക്രമണം എന്ന് പറയുന്നത് എപ്പോഴും പുറകിൽ കൂടെ ആയിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് സുന്ദർബൻസ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ മാസ്ക് വെച്ചിട്ട് പോകുന്നവരുണ്ട് കാട്ടിൽ. ഉം. അപ്പോൾ ഇങ്ങനെ ഐ കോണ്ടാക്റ്റ് എന്ന് പറയും. ഐ കോണ്ടാക്റ്റ് വരുമ്പോൾ ഇവർ പരമാവധി അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. അപ്പോൾ ഇവിടെ ഒരു മാസ്കും കൂടി ഉണ്ടെങ്കിൽ അപ്പോൾ കടുവ ചിന്തിക്കുന്നത് എപ്പോഴും കടുവേനെ നോക്കണമെന്നായിരിക്കും. ഈ മാസ്ക് ഇവിടെ വരുമ്പോൾ പുറകിലൊരു പുറകിൽ മൂടി വെക്കുമ്പോൾ. പുറകിലൊരു മൂടി വരുമ്പോൾ അപ്പോൾ എപ്പോഴും ഇവർ പുറകിൽ കൂടി ആയിരിക്കും കടുവയുടെ ആക്രമണം നമുക്ക് ഉണ്ടാവാറ്, ഇതില്ലെങ്കിൽ. അല്ലെങ്കിൽ പൊതുവേ അങ്ങനെയുള്ളൊരു അവസ്ഥകളൊക്കെയാണ്. ഈ മൃഗങ്ങളെ വേട്ടയാടുമ്പോൾ കടുവ എങ്ങനെയാണ് ഇതിനെ കീഴ്പ്പെടുത്തുക? ഇതിനെക്കാട്ടും ഒരു തത്തുല്യമായ വലിപ്പമുള്ളൊരു ജീവിയാണ് ഈ കാട്ടി എന്നൊക്കെ പറയുന്ന മൃഗങ്ങളൊക്കെ. അപ്പോൾ ഇതിനെ കീഴ്പ്പെടുത്തുമ്പോൾ ഇതെങ്ങനെയാണിത് വേട്ടയാടുക? നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പുറകെ കൂടെ വന്നിട്ട് ആ കരുത്തുള്ളൊരു ജീവി ഇതിനെ കഴുത്തിൽ പിടിച്ചിട്ട് അതിന് ശക്തമായിട്ടുള്ള പല്ലുകളൊക്കെ വെച്ചിട്ട് ഇതിനെ പിടിച്ച് അതിൻ്റെ ബ്ലഡ് പോകുന്നവരെയൊക്കെ പിടിച്ച് അത്രയും കരുത്തുള്ള ജീവിനെ കീഴ്പ്പെടുത്തണമല്ലോ. അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ജീവൻ പോകുന്നവരെ അതിനെ കൊന്ന് അതിനുവേണ്ടി ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. ആ ഒരു അവസ്ഥയിലോട്ട് അത് എത്തിക്കും, അതിൻ്റെ ആ ഒരു ശക്തമായിട്ടുള്ള പല്ലുകളും. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് കാട്ടുനായ്ക്കൾ ഇരപിടിക്കുന്നത്. കാട്ടുനായ്ക്കൾ ഇരപിടുത്തെന്ന് പറയുന്നത് അവർ ജീവൻ പോകുന്നതിന് മുമ്പ് ഭക്ഷിച്ചു തുടങ്ങും. മറ്റുള്ള ജീവികളെ പോലെ ഒന്നല്ല, അത് കൂട്ടമായിട്ടാണ് വന്നത്. ഇപ്പോൾ കടുവേനെയും പുലിനൊക്കെ കാട്ടുനായ്ക്കളിട്ട് ഓടിക്കാറുണ്ട്. പല സ്ഥലങ്ങളിലും പുലിനെ മരത്തിൻ്റെ മേളിലേക്കൊക്കെ കാട്ടുനായ്ക്കളിട്ട് ഓടിച്ച് കയറ്റിയിട്ടൊക്കെ ഉണ്ട്. അവർ ഗ്രൂപ്പായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അവർ ഭക്ഷിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ജീവൻ പോകുന്നതിന് മുമ്പും അവർ ഭക്ഷിച്ചു തുടങ്ങുകയും ചെയ്യും. അതെങ്ങനെയാണ്? ജീവൻ പോകുന്നതിന് മുമ്പ് അവർ ഭക്ഷിച്ചു തുടങ്ങും. കൂട്ടമായിട്ട് തന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവരൊരു ഗ്രൂപ്പായിട്ടായിരിക്കും അവരൊരു അറ്റാക്ക് എന്ന് പറയുന്നത്. സാധാരണ ഈ മാനിനെയൊക്കെ പിടിക്കാറുള്ളൂ. മാനിനെയും മറ്റുള്ള മ്ലാവ് ഉള്ള ജീവികളൊക്കെ അവർ വന്നിട്ട് കീഴ്പ്പെടുത്തി ഈ ജീവൻ പോകുന്നതിന് മുമ്പ് ഭക്ഷിക്കും എന്ന് പറയുമ്പോൾ ഇവർ എപ്പോഴും ഒരു ഗ്രൂപ്പായിട്ടായിരിക്കും ഇവരൊരു അറ്റാക്ക് എന്ന് പറയുന്നത്.